അച്ഛന് ഒരേ ഒരു മകൻ. അച്ഛൻ വൃദ്ധൻ, മകൻ ചെറുപ്പം. രണ്ടുപേരും കൂടിയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഒരു ദിവസം രാവിലെ മകൻ ഒരു കോടാലിയുമെടുത്ത് മുറ്റത്തെ തെങ്ങിനടുത്തെത്തി തെങ്ങിൻ്റെ നിൽപ്പ് നോക്കി. പിന്നെ ആലോചിച്ചു നിന്നു. അത് കണ്ട് അച്ഛൻ അടുത്തു ചെന്നു. എന്താ ഭാവം? അച്ഛൻ ചോദിച്ചു. അച്ഛാ, ഈ തെങ്ങ് നമ്മുടെ പുരയിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. കാറ്റത്തെങ്ങാൻ വീണാൽ പിന്നെ നമ്മുടെ വീട് കാണില്ല. അതുകൊണ്ട് വെട്ടിക്കളയാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അച്ഛൻ ചിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, വെച്ചവനെ വെട്ടാൻ അവകാശമുള്ളൂ. നീ ഒരു തെങ്ങിൻ തൈ വെച്ചു പിടിപ്പിക്കുക, എന്നിട്ടിത് വെട്ടിക്കോളൂ. ഇതെന്ത് നിയമം? മകന് ദേഷ്യം വന്നു. അച്ഛനോട് വഴക്ക് കൂടാൻ വയ്യല്ലോ. അതിനാൽ അവൻ മുഖം വീർപ്പിച്ചു നിന്നു. അപ്പോൾ അച്ഛൻ അടുത്തു ചെന്നു അവനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, എൻ്റെ അച്ഛൻ ഈ പറമ്പ് വിലയ്ക്ക് വാങ്ങിയപ്പോൾ ഇതിൽ ഒറ്റ തെങ്ങുമില്ലായിരുന്നു. ഇതൊരു വെളിമ്പറമ്പായിരുന്നു. അച്ഛനും അമ്മയും കൂടിയായിരുന്നു ഈ പറമ്പിലെ തൈകൾ ഓരോന്നും വെച്ച് നനച്ച് പിടിപ്പിച്ചത്. തെങ്ങിൻ തൈകൾ മാത്രമല്ല, എല്ലാം, മാവും പ്ലാവും മുരിങ്ങയും നെല്ലിക്കയും കുമ്പിളും കൂവളവും പൂവരശും ആഞ്ഞിലിയും എല്ലാം. അച്ഛനും അമ്മയും മരിച്ചുപോയി. പക്ഷേ ഈ മരങ്ങൾ മരിക്കാതെ നിൽക്കുന്നു. അവയെ ഓരോന്നിനെയും കാണുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും ഓർക്കും. മകനെ, എനിക്കോർമ്മ മരങ്ങളാണ്. അവയെ വെട്ടണോ? വേണ്ട. കണ്ണുകൾ നിറഞ്ഞ് തുടയ്ക്കാൻ പോലും മറന്ന് മകൻ പറഞ്ഞു, മകനെ, നിവൃത്തിയില്ലാതെ വന്നാൽ ഏതു മരവും വെട്ടാം. പക്ഷേ വെട്ടാനുള്ള യോഗ്യത ആദ്യം നേടണം. അതുപോലൊന്ന് വെച്ചു പിടിപ്പിച്ചാൽ യോഗ്യത കിട്ടും. മകൻ കോടാലി മുറ്റത്തെ മാവിൻ ചുവട്ടിൽ വെച്ചു. പിന്നെ പറമ്പിൽ നിറയെ നിൽക്കുന്ന മരങ്ങളെ നോക്കി ഒരു നിമിഷം നിന്നു. തൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഓർമ്മ മരങ്ങളാണ് അവ എന്നറിഞ്ഞ സന്തോഷത്തിൽ അവൻ അവയെ വാത്സല്യപൂർവ്വം നോക്കി നിന്നുപോയി. കഥ കഴിഞ്ഞു സുഹൃത്തെ. ഈ കഥ വീണ്ടും എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് എൻ്റെ അച്ഛൻ്റെ മുഖമായിരുന്നു. അച്ഛൻ എല്ലാ വർഷവും തെങ്ങിൻ തൈകൾ നടുമായിരുന്നു. പറമ്പിലെ ഏറ്റവും നല്ല, വേണ്ടത്ര പ്രായവും പക്വതയുമുള്ള തെങ്ങുകളെ പ്രത്യേകമായും പരിരക്ഷിച്ചിരുന്നു. അവയിലെ തേങ്ങകൾ നന്നായി വിളഞ്ഞിട്ടേ പറിച്ചെടുത്തിരുന്നുള്ളൂ. പാക്കുതേങ്ങകൾ ആയിരുന്നു അവ. വിൽക്കാനായിരുന്നില്ല അവ, മറിച്ച് തൈകളാക്കാനായിരുന്നു. 2 തേങ്ങകൾ വീതം കൂട്ടിക്കെട്ടും. തേങ്ങകളുടെ പുറത്തെ ചകിരി കുറച്ച് വള്ളി പോലെ പൊക്കിയെടുത്തായിരുന്നു കെട്ടൽ. എന്നിട്ട് ആ ഇരട്ട തേങ്ങകളെ മാരോട്ടിയുടെയോ മാവിൻ്റെയോ പ്ലാവിൻ്റെയോ കമ്പിൽ തൂക്കിയിടും. കമ്പിൻ്റെ ഇരുവശത്തുമായി അവ കിടക്കും. ആ തേങ്ങകൾ അവിടെ നിന്ന് വെയിൽ കൊള്ളും, മഴ നനയും. അങ്ങനെ കുറേ ദിവസങ്ങൾ കിടക്കുമ്പോൾ അവ ഉണരും. ഓരോ തേങ്ങയിലുമുണ്ടല്ലോ ഒരു തെങ്ങിൻ കുഞ്ഞ്. അതാണ് ഉണരുക. ഉണർന്ന് പുറം ലോകം കാണാൻ പുറത്തേക്ക് തലനീട്ടും. അതാണ് തേങ്ങ മുളയ്ക്കൽ എന്ന അത്ഭുതം. അപ്പോഴേക്ക് ഏതാനും വേരും പുറത്തു വരും. ഇത്രയുമായാൽ ആ തേങ്ങകളെ ശ്രദ്ധയോടെ താഴേക്ക് എടുക്കും. നിലത്ത് വീഴാതെ വേണം എടുക്കാൻ. തെങ്ങിൻ കുഞ്ഞുങ്ങളല്ലേ, പരിക്കു പറ്റരുതല്ലോ. അങ്ങനെ ഓമനിച്ചെടുത്ത് മണ്ണിൽ കുഴികളിൽ നടും. അവ അവിടെ നിന്ന് വളരും. തെങ്ങിൻ തൈകളായി നിന്ന് സന്തോഷിക്കും. അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടുപറമ്പിൽ എല്ലാ വർഷവും 50ഓളം തെങ്ങിൻ തൈകൾ ഇങ്ങനെ ചേർന്ന് വളർന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. അച്ഛന് എല്ലാ വർഷവും അത്രയും തൈകൾ വേണ്ട. പകുതിയിലേറെ മറ്റുള്ളവർക്ക് കൊടുക്കും. മിക്കപ്പോഴും സൗജന്യമായാണ് കൊടുക്കാറ്. ബാക്കി ഞങ്ങളുടെ പറമ്പുകളിൽ നടും. എല്ലാ വർഷവും തൈകൾ നടണം. അച്ഛൻ അങ്ങനെ പറയുമായിരുന്നു. 10 തൈകൾ നട്ടാലേ 5 എണ്ണം അവസാനം കിട്ടൂ. ബാക്കി പശു തിന്നും. ഉണങ്ങിയും കേടായുമൊക്കെ നശിക്കും. 5 എണ്ണം വളർന്നാലും 3 നന്നായി വളർന്നു കുലയ്ക്കുമ്പോളാകാം ചെല്ലി കുത്തി ഒന്നിനെ നശിപ്പിക്കുക. നല്ല തയ്യെ നന്നായി വളർന്ന് നിറയെ കുലകളുമായി നിൽക്കുന്ന സുന്ദരിക്കുട്ടിയെ തെരഞ്ഞു പിടിച്ച് ചെല്ലി ആക്രമിക്കൂ. ചിലപ്പോൾ ഇടിവെട്ടും കിട്ടാം. അങ്ങനെ പലതു പല കാലം നശിക്കും. അവസാനം ഒരെണ്ണമെങ്കിലും നന്നായി കുലയ്ക്കും, കായ്ക്കും, ആദായം തരും. ഇതായിരുന്നു അച്ഛൻ്റെ കണക്ക്. അപ്പോൾ എല്ലാ വർഷവും പറമ്പിൽ തൈ വെക്കണം. അവയിൽ കുറച്ചേ അവസാനം കാഫലം തരൂ. പറമ്പിൽ വയസ്സിത്തെങ്ങുകളും മധ്യവയസ്കരും യുവതികളും പൈതങ്ങളായി അനേകം തെങ്ങിൻ തൈകൾ കാണും. അങ്ങനെ വളർത്തിയാലേ വേണ്ടത്ര നല്ല തെങ്ങുകൾ പറമ്പിൽ എന്നും കാണൂ. അച്ഛൻ പഴയ തലമുറയുടെ പ്രതീകമായിരുന്നു. തികഞ്ഞ ഗാന്ധിയൻ, കപടഗാന്ധിയനായിരുന്നില്ല. അച്ഛൻ്റെ തലമുറയിലെ ബഹുഭൂരിപക്ഷം പേർക്കും വെക്കൽ സംസ്കാരമായിരുന്നു, വെട്ടൽ സംസ്കാരമായിരുന്നില്ല. കഴിയുന്നത്ര വെട്ടാതെ നോക്കും. തെങ്ങു ചാഞ്ഞ് വീടിനോടടുത്താൽ വലിച്ചു കെട്ടി അപകടമൊഴിവാക്കും. എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു തെങ്ങ് ഒരിടത്ത് നിർത്താൻ പറ്റില്ല എന്ന് വരാം. ഉദാഹരണമായി കെട്ടിടം പണി. അപ്പോൾ തെങ്ങ് പറിച്ചു നടും. എത്ര വലിയ തെങ്ങും അങ്ങനെ സ്ഥാനം മാറ്റും. അതിന് വിദഗ്ധരായ പണിക്കാർ നാട്ടിലുണ്ടായിരുന്നു. പണച്ചെലവാണ്, എന്നാലും പറിച്ചു നടും. കാട്ടിൽ കഴിഞ്ഞ മനുഷ്യർ
ആദ്യം വേട്ടക്കാരും ശേഖരണക്കാരുമായിരുന്നു. അന്ന് വെട്ടാനേ അറിയുമായിരുന്നുള്ളൂ. പിന്നെ മനുഷ്യൻ കൃഷി കണ്ടുപിടിച്ചു. അപ്പോൾ വെക്കൽ സംസ്കാരത്തിലേക്ക് ഉയർന്നു. മനുഷ്യന് ആരോഗ്യകരമായ സംസ്കാരമുണ്ടായി. എന്നാൽ പിന്നീട് മനുഷ്യന് ലാഭക്കൊതി കൂടി. ഉപഭോഗ സംസ്കാരം വളർന്നു. രാക്ഷസീയ ഭാവമുള്ള വെട്ടൽ സംസ്കാരം. വൻതോതിൽ കാട് വെട്ടി വെളുപ്പിച്ചു. കാട് വളർത്താൻ മറന്നു. വൻതോതിൽ കൽക്കരിയും പെട്രോളിയവും ചൂഷണം ചെയ്യാനും തുടങ്ങി. അത് വെട്ടൽ സംസ്കാരത്തിൻ്റെ മറ്റൊരു രൂപമാണല്ലോ. എല്ലാം വെട്ടി വെളുപ്പിക്കുന്ന രാക്ഷസീയമായ ഉപഭോഗാസക്തി എങ്ങും പരന്നു. അങ്ങനെയായിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന് കളമൊരുങ്ങിയത്. ഓസോൺ പാളി ശോഷിച്ചതും. അങ്ങനെ എത്രയെത്ര ദുരന്തങ്ങൾ. ഇത്രയൊക്കെ വെട്ടി വിഴുങ്ങിയിട്ടും പോരാ എന്നാണ് ഭാവം. കൊണ്ടുവാ എന്നാണ് നിലവിളി. കൊറോണ കാലത്തും ഈ ദുരാഗ്രഹ മനോഭാവം മാറിയില്ല. മരണം എവിടെയൊക്കെയോ മറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നറിയാം. എന്നിട്ടും സ്വർണ്ണക്കടത്ത് നടത്തുന്നു. അന്യൻ്റെ അതിരുകൾ മാന്തുന്നു. ലഹരി വസ്തുക്കൾ കള്ളക്കടത്തിലൂടെ വിൽക്കുന്നു. പീഡനങ്ങൾ മോക്ഷമാർഗം കാണുന്നു. കഷ്ടം എന്നല്ലേ പറയണ്ടു. വെട്ടൽ നിർത്താം, വെക്കൽ തുടരാം. മണ്ണിലും മനസ്സിലും വയ്ക്കാം തൈകൾ. മനസ്സിൽ വെക്കേണ്ടത് ധർമ്മബോധത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും തൈകളാണ് എന്നേ വ്യത്യാസമുള്ളൂ.